ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പ്ലാനിങ്ങിനെ പറ്റിയാണ്. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളെ പറ്റിയാണ്, അല്ലെങ്കിൽ ആസൂത്രണവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ്. അപ്പോൾ ആദ്യം എന്താണ് പ്ലാനിങ്? പ്ലാനിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാനിങ് ഇസ് ദി പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ബ്ലൂ പ്രിന്റ് ഓഫ് ആക്ഷൻസ് ടു അറ്റൈൻ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ് വിത്തിൻ എ ടൈം ഫ്രെയിം എന്നതാണ് പ്ലാനിങ്ങിൻ്റെ ഡെഫിനിഷൻ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി പ്ലാനിങ് എന്ന് പറയുന്നത് അനവധി സ്റ്റെപ്പുകൾ ചേർന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ പ്ലാനിങ്ങിനകത്ത് ഏതെല്ലാം തരത്തിലുള്ള പ്രോസസ്സുകളാണ്, സ്റ്റെപ്പുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, അതായത് ഓരോ പദ്ധതിക്കനുസരിച്ച് ഒബ്ജക്റ്റീവുകൾ തിരഞ്ഞെടുക്കുക. 2 എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് ടാർഗറ്റ്സ്. 3 എന്ന് പറയുന്നത് റിസോഴ്സുകളുടെ മൊബിലൈസേഷന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ തയ്യാറാക്കുക എന്നുള്ള സ്റ്റെപ്പ്. 4 എന്ന് പറയുന്നത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പലതരത്തിലുള്ള റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള സ്റ്റെപ്പ്. 5 എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പദ്ധതിയുടെ പോളിസിക്കനുസരിച്ച്, ആക്ഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെലിവറി സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ പദ്ധതിക്ക് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി കൊടുക്കുക എന്നതാണ് അവസാനത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ ചേരുമ്പോഴാണ് അത് പ്ലാനിങ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക. ഇനി പ്ലാനിങ്ങുമായി ബന്ധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട 2 ടേംസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഗ്രോത്ത് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടേം. ഗ്രോത്ത് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയ റിസോഴ്സ് ഉപയോഗിച്ച് ഒരു നിശ്ചിത യൂണിറ്റ് സമയത്തിനുള്ളിൽ ഉണ്ടാവുന്ന ഔട്ട്പുട്ടിൻ്റെ വർധനവിനെയാണ് നമ്മൾ ഗ്രോത്ത് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഗ്രോത്ത് ഇൻ ഔട്ട്പുട്ട് ഈസ് കണ്ടീഷൻഡ് ബൈ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സ് എന്നതാണ്. ഇനി മറ്റൊരു പദമാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ പദം. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇൻകത്തിൻ്റെ ഇൻഇക്വാളിറ്റി നേരിടുന്ന പ്രദേശങ്ങളെ, അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇൻഇക്വാളിറ്റി തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ സംവിധാനം. അതായത് ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ, അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ പ്രോസ്പെറസി ആ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, ഇന്ത്യയിൽ പ്ലാനിങ്ങിൻ്റെ ആവശ്യകത എന്താണ്, ഇന്ത്യയിൽ പ്ലാനിങ്ങിൻ്റെ ആവശ്യകത എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ്. ഇന്ത്യയിൽ എന്തുകൊണ്ട് പ്ലാനിങ്ങിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ഇൻകത്തിൻ്റെ കാര്യമെടുത്ത് നോക്കിയാലും, അസറ്റ് ഓണർഷിപ്പിൻ്റെ കാര്യമെടുത്ത് നോക്കിയാലും, അസറ്റ് ഓണർഷിപ്പിലും ഇൻകം ലെവലിലും അസമത്വങ്ങൾ അല്ലെങ്കിൽ ഇൻഇക്വാളിറ്റി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ റീജിയണൽ ഇംബാലൻസ് നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അപ്പോൾ എന്താണ് റീജിയണൽ ഇംബാലൻസ് എന്ന് ചോദിച്ചു നോക്കിയാൽ, നമ്മൾ രാജസ്ഥാൻ പോലുള്ള പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ട്രപ്രോൺഡ് ആയിട്ടുള്ള ഏരിയാസ് കൂടുതൽ കാണപ്പെടുന്ന പ്രദേശമാണ് രാജസ്ഥാൻ. അതായത് വരൾച്ച നേരിടുന്ന പ്രദേശമാണ് ട്രപ്രോൺസ് ഏരിയാസ് എന്ന് പറയുന്നത്. എന്നാൽ സൗത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോഴോ ഈസ്റ്റേൺ സൈഡിലോട്ട് പോകുമ്പോഴോ അവിടെ നമുക്ക് നിരവധി ഫ്ലഡ് പ്രോൺസ് ഏരിയ കാണാൻ പറ്റും. അതായത് വെള്ളപ്പൊക്കം നേരിടുന്ന പ്രദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ലിറ്ററസി നിരക്ക് വളരെ കുറവായിരിക്കും, ന്യൂട്രീഷൻ വളരെ കുറവായിരിക്കും, ഹെൽത്ത് വളരെ കുറവായിരിക്കും. എന്നാൽ ചൈൽഡ് മോർട്ടാബിലിറ്റി ഇവർക്ക് കൂടുതലായിരിക്കും, ഇൻഫൻറ്റ് മോർട്ടാബിലിറ്റി ഇവർക്ക് കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൽ വ്യത്യസ്തമായ ജിയോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൽ വ്യത്യസ്തമായ എക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ പ്ലാനിങ് വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത് കുറച്ച് മെത്തോഡോളജീസിനെ പറ്റിയാണ്. അതായത് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട മെത്തോഡോളജീസിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നാലാമത് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷമാണ് ഗവൺമെൻറ് മൈക്രോ ലെവൽ പ്ലാനിങ്ങിനെ പറ്റി ചിന്തിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൽ മൈക്രോ ലെവൽ പ്ലാനിങ് നടപ്പിലാക്കുന്നതിനു വേണ്ടി നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ
സജസ്റ്റ് ചെയ്ത ഒരു സംവിധാനമാണ് ഡിസ്ട്രിക്ട് പ്ലാൻ എന്ന് പറഞ്ഞ സംവിധാനം. ഇനി ഡിസ്ട്രിക്ട് പ്ലാനിന് ഇന്ത്യയിൽ നടപ്പിലാക്കുവാൻ വേണ്ടി പ്ലാനിംഗ് കമ്മീഷൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ മാർഗനിർദ്ദേശം, ഡിസ്ട്രിക്ട് പ്ലാൻ രൂപീകരിക്കുന്നതിൻ്റെ ആദ്യ ലക്ഷ്യമെന്ന് പറയുന്നത് ലോങ് ടേം പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നതിനു വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം, ഒരു പ്രദേശത്തിലെ നാച്ചുറൽ റിസോഴ്സുകൾ ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടി 15 മുതൽ 20 വർഷത്തിനുള്ളിൽ സ്വീകരിക്കേണ്ട മെഷറുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് ഈ ഒരു ഡിസ്ട്രിക്ട് പ്ലാൻ എന്ന് പറഞ്ഞ സംവിധാനം ഉദ്ദേശിക്കുന്നത്. 3 എന്ന് പറയുന്നത് സിറ്റി, ടൗൺ തുടങ്ങിയവയിൽ സോഷ്യൽ സർവീസുകളുടെ വളർച്ച ഒരു പ്രീ ഡിറ്റർമിൻഡ് ഡയറക്ഷനിൽ കൊണ്ടുപോകണം. അതായത് മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ ടൗണിലും സിറ്റികളിലും ഉള്ള ഈ ഒരു സോഷ്യൽ സർവീസിൻ്റെ ഡയറക്ഷൻ പണ്ട് തീരുമാനിച്ച അതേ ഡയറക്ഷനിൽ തന്നെ പോകണം എന്നാണ് ഉദ്ദേശിച്ചത്. അടുത്തൊരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഒരു പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രദേശത്തിലെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളുടെ കാര്യം മനസ്സിലാക്കി പ്രയോറിറ്റി കൊടുക്കേണ്ടവർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആ പ്രദേശത്തിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആക്ഷൻ നടപ്പിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്ട്രിക്ട് പ്ലാന് നടപ്പിലാക്കണമെന്ന് പ്ലാനിംഗ് കമ്മീഷൻ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട 3 തരത്തിലുള്ള അപ്രോച്ചുകളുണ്ട്. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട അപ്രോച്ചുകളുണ്ട്. അത് ഏതൊക്കെയെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഗ്രോത്ത് സെൻട്രൽ അപ്രോച്ച്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഏരിയ ഡെവലപ്മെന്റ് അപ്രോച്ച്. മൂന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് അപ്രോച്ച് എന്ന് പറഞ്ഞ അപ്രോച്ച്. ആദ്യത്തെ അപ്രോച്ചായ ഗ്രോത്ത് സെൻട്രൽ അപ്രോച്ച് എന്താണെന്ന് നോക്കാം. ഗ്രോത്ത് സെൻട്രൽ അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പദ്ധതിയുടെ ഈ ഒരു അപ്രോച്ചിൻ്റെ ബേസിക് ലോജിക്ക് എന്ന് പറയുന്നത്, ഒരു പ്രദേശത്തിൽ റിസോഴ്സുകളുടെ മൊബിലിറ്റി നടപ്പിലാക്കിക്കൊണ്ട് ആ പ്രദേശത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉറപ്പാക്കണം. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉറപ്പാക്കുന്നതിലൂടെ ആ പ്രദേശത്തിൽ വികസനം സാധ്യമാക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി ഗ്രോത്ത് സെൻട്രൽ അപ്രോച്ചിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രദേശത്തിൽ വികസനം ഉണ്ടാവണമെങ്കിൽ ആ പ്രദേശത്തിൽ ഒരു റിസോഴ്സ് മൊബിലിറ്റി നടപ്പിലാവണം. അങ്ങനെ റിസോഴ്സ് മൊബിലിറ്റി ആ പ്രദേശത്തിൽ നടപ്പിലാകുമ്പോൾ ആ പ്രദേശത്തിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉണ്ടാവും. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആ പ്രദേശത്തിൽ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രദേശം വികസിക്കും. അങ്ങനെ പറഞ്ഞ ഒരു സിദ്ധാന്തമാണ് ഗ്രോത്ത് സെൻട്രൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി ഗ്രോത്ത് സെൻട്രൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ പരിമിതികൾ, കോൺസ്ട്രെയിൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് 2 കോൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ 2 പരിമിതികളാണ് ഈ ഒരു അപ്രോച്ചിനുള്ളത്. ഒന്നാമെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻ, അതായത് സമ്പത്തുമായി ബന്ധപ്പെട്ട പരിമിതികൾ, സാമ്പത്തിക പരിമിതികൾ, ഒന്നാമത്തെ ഡീമെറിറ്റ്. രണ്ടാമെന്ന് പറയുന്നത് എക്കോണമിക്കൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഹാസ് ടു ബി എൻഷുർഡ്. അതായത് ഈ ഒരു അപ്രോച്ച് പ്രധാനമായിട്ടും ജനസംഖ്യ വളരെ കുറവുള്ള ചെറിയ പ്രദേശങ്ങളിൽ നടപ്പിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെറിയ ജനസംഖ്യ കുറവുള്ള, വളരെ ജനസംഖ്യ കുറഞ്ഞ ചെറിയ പ്രദേശങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫുൾ യൂട്ടിലൈസേഷൻ നടപ്പിലാക്കുവാൻ സാധിക്കത്തില്ല. അതാണ് ഒന്നാമത്തെ കുഴപ്പം. അതുപോലെ മറ്റൊരു ഡീമെറിറ്റാണ് നിക്ഷേപത്തിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ. നിക്ഷേപത്തിന്റെ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതുമായി ബുദ്ധിമുട്ടുകൾ, അതും ഈ ഗ്രോത്ത് സെൻട്രൽ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട ഒരു ഡീമെറിറ്റാണ്. ഇനി ഈ ഗ്രോത്ത് സെൻട്രൽ അപ്രോച്ച് ഏത് തിയറികളുടെ അടിസ്ഥാനത്തിലാണ് പടുത്തുയർത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൊക്കേഷൻ തിയറി എന്ന് പറഞ്ഞ തിയറി കൊണ്ടും സെൻട്രൽ പ്ലേസ് തിയറി എന്ന് പറഞ്ഞ തിയറിയുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഗ്രോത്ത് സെൻട്രൽ അപ്രോച്ച് നടപ്പിലാക്കുന്നത്. ഇനി ലൊക്കേഷൻ തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വികസനത്തിന്റെ അല്ലെങ്കിൽ ഡെവലപ്മെന്റിലെ സ്പാഷ്യൽ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു തിയറിയാണ് ലൊക്കേഷൻ തിയറീസ് എന്ന് പറഞ്ഞ തിയറി. ഇനി അല്പം കൂടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രദേശത്തിലെ ഒരു പ്രത്യേക ലൊക്കേഷനിൽ
ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ എക്കോണമിക്കൽ ഫെസിലിറ്റിയോ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രദേശത്തിന് ചുറ്റുപാടും വികസനം ഉണ്ടാകും എന്ന് പറഞ്ഞ തിയറിയാണ് ലൊക്കേഷൻ തിയറി. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തിൽ ഒരു പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എക്കോണമിക്കൽ ഫെസിലിറ്റി ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രദേശത്തിന് ചുറ്റുപാടും ഒരു വികസനം ഉണ്ടാകും എന്ന് പറഞ്ഞ ഒരു തിയറിയാണ് ലൊക്കേഷൻ തിയറി. ഇനി അതേപോലെ തന്നെ ഗ്രോത്ത് സെൻട്രൽ അപ്രോച്ചുമായി ബന്ധപ്പെട്ട തിയറിയാണ് സെൻട്രൽ പ്ലേസ് തിയറി എന്ന് പറഞ്ഞ തിയറി. ഇനി സെൻട്രൽ പ്ലേസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് സെന്ററുകൾക്ക് ഇതേപോലെ തന്നെ വികസനത്തിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള സെന്ററാണ്. ഗ്രോത്ത് സെന്ററുകൾക്ക് അറ്റൻഷൻ കൊടുക്കുന്ന, ശ്രദ്ധ കൊടുക്കുന്ന ഒരു തിയറിയാണ് സെൻട്രൽ പ്ലേസ് തിയറി. എന്നാൽ ഈ ഒരു ഗ്രോത്ത് സെൻട്രൽ അപ്രോച്ചിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ പറഞ്ഞ ഈ രണ്ട് തിയറികളും ഈ ഗ്രോത്ത് സെൻട്രൽ അപ്രോച്ചിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവര് ഗ്രോത്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ലോക്കൽ എക്കോണമിക്കൽ ഫാക്ടറിനെ പറ്റി ചിന്തിക്കാതെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ലോക്കൽ എക്കോണമിക്കൽ ഫോഴ്സിനെ പറ്റി ഈ ഒരു ഇവർ ഇഗ്നോർ ചെയ്തിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്. രണ്ട് എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ ഒരു ഗ്രോത്ത് സെൻട്രൽ അപ്രോച്ച് എന്ന് പറഞ്ഞ അപ്രോച്ച് അപ്രാപ്യകരമാണ്, അല്ലെങ്കിൽ ഇംപ്രാക്ടിക്കബിൾ ആണ്. ഇനി അടുത്ത ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രോത്ത് സെൻട്രൽ തിയറിയിൽ ഭാവി കാലത്തുണ്ടാവുന്ന സോഷ്യൽ എക്കോണമിക്കൽ ഡീപോളറൈസേഷൻസിനെയൊക്കെ പറ്റി ചിന്തിക്കുന്നില്ല എന്നതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഡീമെറിറ്റ്. ഇനി നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത് അടുത്ത അപ്രോച്ചാണ് ഏരിയ ഡെവലപ്മെന്റ് അപ്രോച്ചിനെ പറ്റിയാണ്. എന്താണ് ഏരിയ ഡെവലപ്മെന്റ് അപ്രോച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത അപ്രോച്ചാണ് ഏരിയ ഡെവലപ്മെന്റ് തിയറി. ഇനി എന്താണ് ഏരിയ ഡെവലപ്മെന്റ് അപ്രോച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രോത്ത് സെൻട്രൽ അപ്രോച്ചിന്റെ ഒരു വിപുലീകരിക്കപ്പെട്ട അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഏരിയ ഡെവലപ്മെന്റ് അപ്രോച്ച് എന്ന് പറഞ്ഞ അപ്രോച്ച്. ഇത് എന്ന് പറയുന്നത് ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഏരിയയുടെ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ ആ ഏരിയയുടെ ഇൻഫ്രാസ്ട്രക്ചറൽ നെറ്റ്വർക്കിനോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഡക്ഷൻ്റെ ഫാക്ടർ ആയിരിക്കുന്ന ലോക്കൽ എക്കോണമിയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അപ്രോച്ചാണ് ഏരിയ ഡെവലപ്മെൻറ്റ് അപ്രോച്ച്. ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഏരിയയ്ക്ക് ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ ആ ഏരിയയുടെ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് മാത്രമല്ല, ആ ഏരിയയുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഡക്ഷൻ്റെ ഫാക്ടറായി നിൽക്കുന്ന ലോക്കൽ എക്കോണമിയെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അപ്രോച്ചാണ് ഏരിയ ഡെവലപ്മെന്റ് അപ്രോച്ച്. ഇനി ഈ ഒരു അപ്രോച്ച് പ്രകാരം ഇൻ്റഗ്രേറ്റഡ് മൾട്ടി സെക്ടറൽ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഏരിയ വികസനമാണ്. ഇനി ദാരിദ്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു അപ്രോച്ചിനെ നോക്കുകയാണെങ്കിൽ സെക്ടറൽ ആക്ടിവിറ്റീസുകൾക്കും ഗ്രോത്തിൻ്റെ സ്പാഷ്യൽ പാറ്റേണിനും ഒരു ബാലൻസ് നൽകുന്ന ഒരു അപ്രോച്ചാണ് ഈ ഒരു ഏരിയ ഡെവലപ്മെൻറ്റ് അപ്രോച്ചിനുള്ളത്. എന്നാൽ ഈ അപ്രോച്ചിൻ്റെയും ഒരു കുഴപ്പമെന്ന് പറയുന്നത്, എല്ലാ ക്ലാസ്സിലുള്ളവർക്കും എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ഒരേപോലെയല്ല എക്കോണമിക്കൽ ഗ്രോത്ത് ഷെയർ ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു ഏരിയ ഡെവലപ്മെൻറ്റ് അപ്രോച്ചിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരേപോലെ ഒരു ഏരിയയിലുള്ള അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള വ്യത്യസ്ത കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഒരേപോലെയുള്ള എക്കോണമിക്കൽ ഗ്രോത്ത് ഷെയർ ചെയ്തു കൊടുക്കുവാൻ പറ്റാത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് രണ്ട് കാരണമുണ്ട്. ഒന്നെന്ന് പറയുന്നത്, കൃഷിക്കാരുടെ കാര്യം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സാധാരണക്കാരുടെ കാര്യം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് റിസോഴ്സുകൾ അസസ് ചെയ്യുവാനുള്ള പരിമിതികൾ ഉണ്ട്. പ്രത്യേകിച്ച് ഭൂമി പോലെയുള്ള റിസോഴ്സുകൾ അസസ് ചെയ്യുവാൻ ഇത്തരത്തിലുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ആധുനിക കൃഷി രീതി കാർഷിക ടെക്നോളജികൾക്ക് പുരോഗമനം സംഭവിക്കാത്ത ഏരിയകളിൽ കർഷകരുടെ ലേബൽ അബ്സോർപ്ഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കുഴപ്പങ്ങൾ ഉണ്ട്.
അതാണ് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അപ്രോച്ചിനെ പറ്റിയാണ്. ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അപ്രോച്ചിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ ഏരിയ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് ദാരിദ്ര്യം തടയുന്നതുമായി ബന്ധത്തിൽ അത് പരാജയപ്പെട്ടപ്പോൾ ഗവൺമെൻറ് പുതിയൊരു അപ്രോച്ച് അല്ലെങ്കിൽ പുതിയൊരു സ്ട്രാറ്റജി കൊണ്ടുവന്നു. ആ സ്ട്രാറ്റജിയാണ് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞ സംഭവം. ഇനി ഏരിയ ഡെവലപ്മെൻറ്റ് അപ്രോച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ അപ്രോച്ച് പരാജയപ്പെട്ടു പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എംപ്ലോയ്മെൻറ്റ്, അസറ്റ്, ഇൻകം തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഇന്നിക്വാളിറ്റി ഉണ്ടായിരുന്നത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഏരിയ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ അപ്രോച്ച് പരാജയപ്പെട്ടു പോയത്. മാത്രമല്ല ഈ ഏരിയ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ലെവലിൽ എംഫസൈസ് കൊടുത്തിരിക്കുന്ന ഒരു അപ്രോച്ചാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ ഏരിയ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞ സംഭവം പരാജയപ്പെട്ടു പോയത്. എന്നാൽ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിലെ ടാർഗറ്റ് ഗ്രൂപ്പുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ദാരിദ്ര്യത്തെ അഴിക്കുന്ന പദ്ധതി, ഒരു അപ്രോച്ചാണ് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞ അപ്രോച്ച്. 1978-83 കാലഘട്ടത്തിൽ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ഡ്രാഫ്റ്റിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അപ്രോച്ചിനെ പറ്റി പരാമർശിക്കുന്നത്, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റിനെ പറ്റി പരാമർശിക്കുന്നത്. ഈ ഒരു പദ്ധതിയിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പദ്ധതികളെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ലോക്കൽ എൻഡോവ്മെൻറ്റിനെ യൂട്ടിലൈസേഷൻ ചെയ്തുകൊണ്ട് ലോക്കൽ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു എൻവയോൺമെൻ്റൽ ബാലൻസ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഒരു അപ്രോച്ചിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കൽ എൻഡോവ്മെൻറ്റിനെ യൂട്ടിലൈസേഷൻ ചെയ്തുകൊണ്ട് ലോക്കൽ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എൻവയോൺമെൻ്റൽ ബാലൻസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആണ് ഈ ഒരു അപ്രോച്ചിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഇനി ഈ ഒരു പദ്ധതിയിൽ ആരൊക്കെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് എന്ന് ചോദിച്ചാൽ പാവപ്പെട്ട മാർജിൻ ഓഫ് ഫാർമേഴ്സ്, അഗ്രികൾച്ചർ ലേബേഴ്സ് തുടങ്ങിയ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരാണ് ഈ ഒരു അപ്രോച്ചിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റൂറൽ ഫാമിലി എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ട ഗ്രാമീണ ജനതയ്ക്ക് തൊഴിലും അവരുടെ ഡെവലപ്മെൻറ്റുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. അതുമാത്രമല്ല പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടർ തുടങ്ങിയ സെക്ടറുകളുടെ ഡെവലപ്മെൻറ്റും ഇതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട തിയറീസിനെ പറ്റിയാണ്. അതായത് റീജിയണൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട തിയറീസിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓരോ ആദ്യ കാലഘട്ടങ്ങളിൽ വെസ്റ്റേൺ കൺട്രീസിൽ, പ്രധാനമായിട്ടും വെസ്റ്റേൺ കൺട്രീസിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ അവർ റീജിയണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇൻഡസ്ട്രിയിലാണ് കോൺസെൻട്രേറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അനവധി തിയറീസ് ഈ ഒരു റീജിയണൽ ഡെവലപ്മെൻറ്റായി ഉണ്ടാവുകയും ഓരോ റീജിയണൽ ഡെവലപ്മെൻറ്റും തിയറിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട തിയറികളും അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പ്ലാനിങ്ങുകളും മോഡലുകളെയും പറ്റിയാണ്. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന തിയറി എന്ന് പറഞ്ഞാൽ എക്കോണമിക്കൽ ബേസ് മൾട്ടിപ്ലർ തിയറിയെ പറ്റിയാണ്. എക്കോണമിക് ബേസ് മൾട്ടിപ്ലർ തിയറിയെ പറ്റിയാണ്. ഈ തിയറിയുമായി ബന്ധപ്പെട്ട മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ എക്കോണമിക്കൽ ബേസ് മോഡലാണ്. ഇനി അടുത്ത ഒരു തിയറിയാണ് മൈക്രോ എക്കോണമിക്കൽ ഗ്രോത്ത് തിയറി എന്ന് പറഞ്ഞ തിയറി. ഈ തിയറിയുമായി ബന്ധപ്പെട്ട മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ, ടിൻബർഗൻ പ്ലാനിംഗ് മോഡൽ തുടങ്ങിയവയാണ്. ടിൻബർഗൻ പ്ലാനിംഗ് മോഡൽ, ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ തുടങ്ങിയ മോഡലുകളാണ് മാക്രോ എക്കോണമിക്കൽ ഗ്രോത്ത് തിയറിയുമായി ബന്ധപ്പെട്ട മോഡലുകൾ. ഇനി അതുപോലെ മറ്റൊരു തിയറിയാണ് പോളറൈസ്ഡ് ഡെവലപ്മെൻറ്റ് തിയറി. ഇതിനെ ഡിഫ്യൂഷൻ തിയറി എന്നും അറിയപ്പെടും. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തിയറിയാണ് മോഡേണൈസേഷൻ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ആൻഡ് മാർക്സിസ്റ്റ് തിയറി എന്ന് പറഞ്ഞ തിയറി. ഈ തിയറിയുമായി ബന്ധപ്പെട്ട പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ ആക്സിലറേറ്റഡ് അർബൻ ബേസ് മോഡൽ, 2 സെക്ടർ ഗ്രോത്ത് മോഡൽ. ഇതാണ്
ടു സെക്ടർ ഗ്രോത്ത് മോഡൽ ഏത് തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡേണൈസേഷൻ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ആൻഡ് മാർക്സിസ്റ്റ് സ്റ്റേജ് തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു തിയറിയാണ് അഗ്രികൾച്ചറൽ തിയറി എന്ന് പറയും. അഗ്രികൾച്ചർ തിയറി അല്ലെങ്കിൽ ലാൻഡ് യൂസ് തിയറി എന്ന് പറയും. ഈ അഗ്രികൾച്ചർ തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് വോൺ തുമ്പൻ മോഡലാണ്. വോൺ തുമ്പൻ മോഡലാണ് അഗ്രികൾച്ചർ തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മോഡൽ.